2016 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കുകയും ശ്രീ പിണറായി വിജയൻ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. അത് 2021 അവസാനിക്കാനിരിക്കെ 2020 ജൂൺ 15 അദ്ദേഹം തന്റെ മകൾ ശ്രീമതി വീണ വിജയനെ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഏതായാലും മുസ്ലിം സമാജത്തിന്റെ ഇടയിൽ അത് വളരെ വലിയ ഒരു ഇമ്പാക്ട് സൃഷ്ടിച്ചു എന്നുള്ളത് വ്യക്തമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്നു. ഇദ്ദേഹത്തിന്റെ ഈ പരീക്ഷണം വിജയം കണ്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രിയങ്കാജി ഈ തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറായിരിക്കുകയാണ്. അവർ തൻ്റെ മകനായ റൈഹാനെ, ഒരു മുസ്ലിം പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ത്യയിലെ മുസ്ലിം ജനസമൂഹത്തെ ആകർഷിക്കാൻ തൻ്റെ കുടുംബം നേതൃത്വം നൽകുന്ന മന്ത്രിസഭകൾക്ക് പിന്തുണ ആർജിക്കാൻ പ്രിയങ്കാജി ഏതാണ്ട് വിജയിക്കും എന്നുള്ളതാണ് അവർ ധരിക്കുന്നത്. 1-2 തെരഞ്ഞെടുപ്പല്ല, കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ വരാൻ പോകുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയാണ് ഇന്ന് നെഹ്റു കുടുംബം നിൽക്കുന്നത്. അവരുടെ ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.